everyone. Welcome back to Silent Learning. It's me, Anwar Ahmed, your AP Miss, right? Okay. Anyway, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നതിൽ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ് ഇവിടെ വെണ്ടക്കക്ഷരത്തിലുണ്ട് ടെസ്റ്റ് എഡിറ്റിംഗ് ആണ്. സോ എഡിറ്റിംഗ് വി നോ എന്താണ് എഡിറ്റിംഗ് എന്നല്ലേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു 5th സ്റ്റാൻഡേർഡ് മുതൽ നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് കാണുന്നുണ്ട്, എഡിറ്റിംഗ് കാണുന്നുണ്ട് അല്ലേ. അത് നിങ്ങളുടെ +2 വരെ എന്താണ്, ഇറ്റ് വിൽ ബി വിത്ത് യു, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. സോ എന്താണ് എഡിറ്റിംഗ്, എങ്ങനെ ചെയ്യാം എഡിറ്റിംഗ് ക്വസ്റ്റ്യൻസ്, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അതിൽ ശ്രദ്ധിക്കണം, ഗ്രാമാറ്റിക്കലി എങ്ങനെയാണ് നമുക്ക് അവിടെ മിസ്റ്റേക്ക് പറ്റാം, ഇത്തരം കാര്യങ്ങൾ ഇന്ന് നമ്മൾ എന്ത് ചെയ്യും, ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചിരിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ചോദ്യം ചോദിക്കുന്നുണ്ട്, ഇറ്റ്സ് എ മോസ്റ്റ് വാണ്ടഡ് ഗ്രാമർ സെഷൻ. വൈ, എന്തുകൊണ്ടാണ് നമ്മുടെ ഗ്രാമർ സെഷൻ നോക്കുന്ന സമയത്ത് എഡിറ്റിംഗ് ദ മോസ്റ്റ് വാണ്ടഡ് എന്ന് പറയുന്നത്? ഏറ്റവും അത്യാവശ്യം, ഏറ്റവും നിർബന്ധമായിട്ടുള്ള ഒരു ഗ്രാമർ പാർട്ടാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? Editing doesn't have any specific steps or rules. We have to use every grammar rules. Editing എന്ന് വെച്ചിട്ട് എന്താണ് ഒരു വലിയ റൂൾസ്, സംഭവബഹുലമായിട്ടുള്ള നിയമങ്ങളില്ല. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ചില എന്താണ് ഗ്രാമാറ്റിക്കൽ റൂൾസ് അല്ലെ. ഗ്രാമർ വെച്ച് നോക്കുമ്പോൾ മൊത്തം നമ്മുടെ ഇംഗ്ലീഷിന്റെ ഗ്രാമർ വെച്ച് നോക്കുമ്പോഴുള്ള ചില ഗ്രാമാറ്റിക് റൂൾസ് തന്നെയാണ് ഇവിടെ നമുക്ക് എന്തുള്ളത്. ഇൻ എഡിറ്റിംഗ് ഓൾസോ we have. So next one, we have one more question here, and the question is how will be the question, എങ്ങനെയാണ് നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ എഡിറ്റിംഗ് എന്നുള്ള ചോദ്യം വരിക? ദാറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ അല്ലേ. അടുത്ത് നോക്കാം. ഫസ്റ്റ് വൺ, നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് പണി തരാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങൾക്കാണ്, എവിടെയാണ് നമുക്ക് മിസ്റ്റേക്സ് തരുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യും ചോദ്യങ്ങളായിട്ട് വരുത്തും. അതിൽ ആദ്യത്തേതാണ് verb forms. നോക്കാം. verb forms എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ കുട്ടികളാണ്, നിങ്ങൾക്ക് അറിയാം. എന്നാൽ ഞാൻ നിങ്ങളോടൊന്നും കൂടി പറയട്ടെ. verb എന്ന് പറഞ്ഞാൽ what is that? It is an action word. verb എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ഷൻ വേർഡ് ആണ്. നമ്മൾ ഒരു പ്രവൃത്തി എന്ന് പറയുമ്പോഴേ, ഒരു കാര്യം ഒരു സെന്റൻസിലെ എന്താണോ അതിലെ പ്രവൃത്തി ചൂണ്ടിക്കാട്ടുന്നത് അതിനെ നമ്മൾ വിളിക്കും ആക്ഷൻ വേർഡ് അഥവാ verb എന്ന്. സോ verb forms ആദ്യം നമ്മൾ നോക്കണം. ഇവിടെ ശ്രദ്ധിച്ചേ, after the auxiliary verbs has, have, had, use only third form of the verb. നിങ്ങൾ സെന്റൻസ് തന്നിട്ട് നിങ്ങൾ സെന്റൻസിൽ എന്തുണ്ട്, നിങ്ങൾ ഓക്സിലറി വേർബ്സ് തന്നിട്ടുണ്ട്. ഹാസും ഹാവും ഹാഡും കാണാം. അങ്ങനെയാണെങ്കിൽ ഹാസും ഹാവും ഹാഡിനും ശേഷം നിങ്ങൾ ചോദ്യ പേപ്പറിൽ ഒരു വേർബ് തന്നിട്ടുണ്ട് വിചാരിക്കാം. ഹാസ്, ഹാവ്, ഹാഡ്. ഹാഡിന് ശേഷം നിങ്ങൾക്ക് വേർബ് ആണ് വരേണ്ടത്. ഓക്കെ, അപ്പൊ ഈ വേർബ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോമാറ്റ് എന്ന് പറയുന്നത് V3 ഫോം ആണ്. ഏത് ഫോം ആണ്? V3 ഫോം. V1 ഉണ്ട്, V2 ഉണ്ട്, V3 ഉണ്ട്. V1 എന്ന് പറയുന്നത് നമുക്കറിയാം, ദാറ്റ് ഈസ് പ്രസന്റ് ടെൻസ്. V2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദാറ്റ് ഈസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. V3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദാറ്റ് ഈസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഏത് V3 ഫോം എന്ന് പറയുന്നത്. അപ്പം ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്, ഹാഡ് ഉണ്ട്. ഈ മൂന്നെണ്ണത്തിന് ശേഷം നമ്മൾ ഉപയോഗിക്കേണ്ട verb ഫോം ഏതാണ്? V3 ഫോം ആണ്. ഹി ഹാസ് ഗോൺ. ഒരു എക്സാമ്പിൾ കൂടി മിസ് ഇവിടെ എഴുതാം. ഷീ ഹാസ് done. She has done her homework. അവൾ അവളുടെ ഹോംവർക്ക് ചെയ്തു. I have gone. ഞാൻ പോയി. He has gone. I have done. She has come. They have done. They had come. മനസ്സിലായല്ലോ. So has, have, had. ഇതിന് മൂന്നിന് ശേഷം V3 ഫോം ഉപയോഗിക്കുക. അടുത്തത്, use the first form of the verb after modal auxiliaries can, could, will, would, shall, should, may, might, must. ഈ പറഞ്ഞ verbs എന്തുണ്ട് നിങ്ങളുടെ സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതിനു ശേഷം നിങ്ങൾ എന്ത് ഉപയോഗിക്കാം? ഇതിനു ശേഷം നിങ്ങൾ V1 ഫോം ഉപയോഗിക്കാം. V1 ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസന്റ് ടെൻസ് ഫോം. നമ്മൾ അതിന് ഗ്രാമാറ്റിക്കലി റൂട്ട് ഫോം എന്നും വിളിക്കും. അതേപോലെ തന്നെ നമ്മൾ ഗ്രാമാറ്റിക്കലി അതിനെ ബേസ് ഫോം എന്നും വിളിക്കും. മനസ്സിലായോ?
മനസ്സിലായി മിസ് പറഞ്ഞത്? അപ്പൊ ഈ പറഞ്ഞ ഓക്സിലറി വേർബ്സിനൊക്കെ ശേഷം നമ്മൾ ഏത് ഫോം വേർബ് കൊടുക്കണം? V1 ഫോം. I can do, you may come, I will go, I will ride, they will come, they will ride, they will study. അപ്പൊ ഇതേപോലുള്ള ഓക്സിലറി വേർബ്സിന് ശേഷം എന്ത് കൊടുക്കണം? നമ്മൾ എന്താ കൊടുക്കുക? V1 ഫോം. ഇഫ് ക്ലോസിന്റെ കേസ് വരുമ്പോൾ നമുക്ക് അതൊന്ന് മാറും. അത് നമ്മൾ ഇഫ് ക്ലോസിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് യൂസ് ദ ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് ആഫ്റ്റർ ഡു, ഡസ്, ഡിഡ്. നോക്കി ഇവിടെ I did not visit. ഡിഡിന് ശേഷം എന്ത് കൊടുക്കണം? നമ്മൾ വിസിറ്റ് എന്നാണ് പറഞ്ഞത്. ഒരിക്കലും നമ്മൾ വിസിറ്റഡ് എന്ന് പറഞ്ഞിട്ടില്ല. We used to say visit. ഓക്കെ, അടുത്തത് ടെൻസ് റിലേറ്റഡ് മിസ്റ്റേക്സ്. നമുക്ക് എന്ത് ചെയ്യും? ടെൻസ് തിരിച്ചു തരും. നമ്മുടെ സെന്റൻസ് ചിലപ്പോൾ പാസ്റ്റ് ടെൻസിലായിരിക്കും. ആ പാസ്റ്റ് ടെൻസിൽ പറയുമ്പോൾ അവിടെ വേർബ് മാത്രം ഏത് തരും? നമുക്ക് പ്രസന്റ് ടെൻസിൽ തരും. ചിലപ്പോൾ എന്തായിരിക്കും? പ്രസന്റ് ടെൻസിന്റെ സെന്റൻസ് ആയിരിക്കാം, പക്ഷേ വേർബ് ഫോം ഏത് തരും? നമുക്ക് പാസ്റ്റ് ടെൻസിൽ തരും. ഒരു എക്സാമ്പിൾ നോക്കാം ഇവിടെ. He went to market and meet his friend yesterday. ഈ സെന്റൻസ് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം എന്താണ് yesterday. yesterday എന്ന് പറയുന്നത് എന്താണ്? ഇന്നലെ. അപ്പൊ ഇന്നലെ സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ് എന്ത് ഇവിടെ പറഞ്ഞത്. He went to market. ആ മാർക്കറ്റിൽ പോയി. and meet his friend. അവന്റെ ഫ്രണ്ടിനെ കണ്ടു എന്നാണ് വരേണ്ടത്. നമുക്കറിയാം മീറ്റ് എന്ന് പറയുന്നത് V1 ആണ്. മീറ്റിന്റെ പാസ്റ്റ് ടെൻസ് ആണ് met. സോ met ആണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? ശരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. മനസ്സിലായോ? മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ യെസ്റ്റർഡേ എന്ന് കണ്ടാൽ നിങ്ങൾ തലയിൽ എന്ത് വേണം? നിങ്ങളെ മൈൻഡ് അത് കത്തണം. ഓ ദിസ് സെന്റൻസ് ഇറ്റ് ഈസ് ഗിവൺ ഇൻ എന്താണ്? പാസ്റ്റ് ടെൻസ് ആണല്ലോ തന്നിരിക്കുന്നത്. എന്തെങ്കിലും നമ്മളെ മൈൻഡിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണം. ഇനി അടുത്തത് നമ്മൾ പലപ്പോഴായിട്ട് കുഴയ്ക്കുന്ന ഒന്നാണ് സിംഗുലറും പ്ലൂറലും. അപ്പൊ മിസ് ഇവിടെ സിംഗുലർ പ്ലൂറൽ മിസ്റ്റേക്കിന് മുൻപേ മിസ് ഒരു കാര്യം കൂടി പറയട്ടെ. സിംഗുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗുലർ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ ആക്ഷൻ ചെയ്യാം. പ്ലൂറൽ എന്ന് പറഞ്ഞാൽ എന്താ? കുറെ പേര് ആക്ഷൻ ചെയ്യും. അപ്പൊ സിംഗുലർ എന്ന് പറഞ്ഞാലും പ്ലൂറൽ എന്ന് പറഞ്ഞാലും സിംഗുലർ മീൻസ് ദ പേഴ്സൺ, വൺ പേഴ്സൺ ആരാണ് ആക്ഷൻ ചെയ്യുന്നത്. പ്ലൂറൽ എന്ന് പറഞ്ഞാൽ രണ്ടു അതിലധികം വരുന്ന ആളുകൾ പ്ലൂറൽ. ഓക്കെ, അപ്പൊ നോക്കിയേ, നമുക്ക് എപ്പോഴും സിംഗുലറും എന്താണ് പ്ലൂറൽ തന്നിട്ട് അതിനുശേഷം വരുന്ന ഓക്സിലറി വേർബ്സ് മാച്ച് ചെയ്തിരിക്കണം. യൂസ് സിംഗുലർ ഓക്സിലറി വേർബ്സ് വിത്ത് സിംഗുലർ സബ്ജക്ട്. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ എന്ത് ചെയ്യാം? സിംഗുലർ എന്താണ് ഓക്സിലറി വേർബ്സ് ഉപയോഗിക്കാം. പ്ലൂറൽ എന്താണ് സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ ഓക്സിലറീസ് ഉപയോഗിക്കാം. നോക്കിയേ, ഹി ഈസ് എന്നെന്താണ്? ശരിയാണ്. നമുക്ക് അവിടെ ഒരിക്കലും ഹി ആർന്ന് പറയാൻ പറ്റോ? നോ, that's wrong. He are നമുക്ക് എന്താ ഒരിക്കലും പറയാൻ പറ്റില്ല. that is he is. next നോക്കിയേ, he were, that is wrong because എന്താണ്? പ്ലൂറലിന്റെ കൂടെയാണ് വേർ വരേണ്ടത്. വേർ എപ്പോഴും പ്ലൂറലിന്റെ കൂടെ. നേരെ മറിച്ച് നമുക്ക് എന്ത് പറയാം? I was, she was, it was. അടുത്ത നമുക്ക് എന്താ പറയാ? പ്ലൂറൽ ആവുമ്പോ they are, we are, we were, etc. ഓക്കെ, അടുത്തത് സിംഗുലർ വേർബ്സും പ്ലൂറൽ ഓക്സിലറീസും. നോക്കിക്കേ, ഈസ്, വാസ്, ഹാസ്, does. ഈ നാലെണ്ണം ഏതാണ്? സിംഗുലർ ഓക്സിലറീസ് ആണ്. whereas പ്ലൂറൽ ഓക്സിലറീസ് എന്ന് പറയുന്നത്, ഓക്സിലറി വേർബ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ സഹായിക്കുന്ന വേർബ്സിലെ ഒരു സബ്ജക്റ്റിനെ സഹായിക്കുന്ന ചെറിയ ചെറിയ വേർബ്സ്, അസിസ്റ്റൻസ് നമുക്കൊക്കെ പറയാം. നോക്കി, പ്ലൂറൽ ഏതൊക്കെയാ? ആറ്, were, have, do. ഇത് മൂന്ന് എന്താ? പ്ലൂറൽ ഓക്സിലറീസ് ആണ്. അടുത്തത് കോമൺ ഓക്സിലറീസ് ആണ്. എന്തൊക്കെ? can, could, shall, should, will, would, may, might. ഇതൊക്കെ എന്താ? കോമൺ ഓക്സിലറീസും. ഓക്കെ, അടുത്തത് റിലേറ്റീവ് പ്രൊനൗൺ റിലേറ്റഡ് മിസ്റ്റേക്സ്. റിലേറ്റീവ് പ്രൊനൗൺ എന്തൊക്കെയാണ് നോക്കാം ഇവിടെ. ദ ബോയ് ഹു ഗോട്ട് ദ ഫസ്റ്റ് റാങ്ക് ഈസ് മൈ ബ്രദർ. ഇവിടെ ചോദിച്ച ചോദ്യം എന്താ? ദ ബോയ്, the boy who got first
കിട്ടിയ ആൺകുട്ടി എൻ്റെ ബ്രദറാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാണ് ഏതാണ് ആ ആൺകുട്ടി, ഏതിനോട് നമ്മൾ എന്താണോ ഉപയോഗിക്കുന്നത്, നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ആരെ കുറിച്ചാണ് പറയാൻ പോകുന്നത്, എന്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്, ഏത് സ്ഥലത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് റിലേറ്റീവ് പ്രോണൗൺ. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്, റാങ്ക് കിട്ടിയ കുട്ടിയാണ് എൻ്റെ ബ്രദർ. നോക്കി ഇവിടെ യൂസ് ഹൂ ഇഫ് ദ സബ്ജക്ട് ഈസ് എ പേഴ്സൺ. അവിടെ ഒരു സബ്ജക്ട് എന്താണ്, ആളാണെങ്കിൽ വി യൂസ് ഹൂ. നോക്കിയേ, സബ്ജക്ട് ഒരു തിങ് ആണെങ്കിൽ വി യൂസ് വിച്ചും ദാറ്റും. വിച്ച് ആൻഡ് ദാറ്റ് വി യൂസ് എന്തിന്, ഒരു ഒബ്ജക്റ്റ്. ഇപ്പൊ ഞാൻ പറയാണ് ദിസ് ഈസ് ദ പെൻ വിച്ച് ഐ ബോട്ട് യെസ്റ്റർഡേ. ഇതാണ് ഞാൻ ഇന്നലെ വാങ്ങിയ പെന്ന്. നേരെ മറിച്ച് എൻ്റെ കൂടെ ഒരു വ്യക്തി ഉണ്ട്, അപ്പൊ ഇവിടെ എനിക്ക് എന്താ പറയാം, ദിസ് ഈസ് ദ പേഴ്സൺ ഹു ഐ മെറ്റ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ കണ്ട ആൾ ഇതാണ്. ദിസ് ഈസ് ദ ലാപ്ടോപ്പ് വിച്ച് ഐ ബോട്ട് യെസ്റ്റർഡേ വിച്ച് ഐ ഗോട്ട് ഫ്രം മൈ ഫ്രണ്ട്. അതെന്താണ്, ഒരു തിങ് ആണ്, ഒരു ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും വസ്തുക്കളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കണം, വിച്ച് ഉപയോഗിക്കണം, നമ്മൾ ദാറ്റ് ഉപയോഗിക്കണം. സെറ്റ്, ഓക്കെ. അടുത്തത് ഇനി നമുക്ക് എന്തുണ്ടാവും, സ്പെല്ലിംഗ് മിസ്റ്റേക്സിൽ നമ്മളോട് ചോദിക്കും, പങ്ക്ച്വേഷൻ മാർക്സിൽ നമ്മളോട് ചോദിക്കും, അപ്പർ ആൻഡ് ലോവർ കേസിൽ നമ്മളോട് ചോദിക്കും, ആർട്ടിക്കിൾസിൽ നമ്മളോട് ചോദിക്കും. നോക്കി ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്സിൽ എന്തായിരിക്കും, ചിലപ്പോൾ നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രാമാനുജൻ. ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് തരും, ഇങ്ങനെ തരും. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, രാമാനുജൻ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ പ്രോപ്പർ നൗൺ. ഇതൊരു പ്രോപ്പർ നൗൺ ആണ്. പ്രോപ്പർ നൗൺ ആണ് സമയത്ത് നമുക്കറിയാം പ്രോപ്പർ നൗൺസിന്റെ ആദ്യത്തെ അക്ഷരം ദാറ്റ് ഷുഡ് ബി ക്യാപിറ്റൽ. ദാറ്റ് ഷുഡ് ബി ക്യാപിറ്റൽ, ക്യാപിറ്റൽ ആയിരിക്കണം. ഓക്കെ, അപ്പോ ആദ്യത്തെ അക്ഷരം എന്താണ്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ. അങ്ങനെ നിങ്ങൾക്ക് തരും. സെക്കൻഡ് വൺ പിന്നെ എന്ത് തരും, നിങ്ങളോട് അക്സെപ്റ്റ്. എന്ത് വരും, നമുക്കറിയാം അക്സെപ്റ്റ് എന്ന് പറയുമ്പോൾ we need to cease. അതേപോലെ പങ്ക്ച്വേഷൻ മാർക്ക് നമുക്ക് എന്ത് വരും, ക്വസ്റ്റ്യൻ മാർക്ക്, എക്സ്ക്ലമേഷൻ, ഫുൾ സ്റ്റോപ്പ്, ഇതൊക്കെ എന്ത് ചെയ്യും നിങ്ങളോട് ചോദിക്കാം. സോ യു ഷുഡ് ബി വെരി കെയർഫുൾ ഓൺ ദാറ്റ്. നെക്സ്റ്റ് വൺ അപ്പർ ആൻഡ് ലോവർ കേസ് നമ്മൾ പറഞ്ഞു, ക്യാപിറ്റൽ ലെറ്ററിന്റെ കേസ് പറഞ്ഞു, ആർട്ടിക്കിൾസ് നമ്മൾ പറഞ്ഞു. എന്താണ്, we had 2 articles. A and the. ഇതില് A and the എന്ന് പറയുമ്പോൾ നമുക്കറിയാം A we use consonants and we use for vowels. The we use for both. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒറ്റപ്പെട്ട സംഗതികൾക്ക് നമ്മൾ എന്ത് ഉപയോഗിക്കും, ദ ഉപയോഗിക്കും. നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്പെസിഫിക് ആയിട്ട് പറയാണ്, ഒരു സ്ഥാപനത്തെ നമ്മൾ എന്താണ് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയാണ്, നമ്മൾ ഒരു മൗണ്ടനെ കുറിച്ച് എടുത്ത് പറയാണ്, നമ്മളൊരു വ്യക്തിയെ കുറിച്ച് എടുത്ത് പറയാണ്, സ്ഥാനത്തെ കുറിച്ച് പറയാണ്. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ എടുത്ത് പറയുമ്പോൾ ദ ഉപയോഗിക്കും. ആൻഡ് നമ്മൾ എവിടെ ഉപയോഗിക്കും, വവൽ സൗണ്ട്സിന് ആൻഡ് ഉപയോഗിക്കും. ഏതൊക്കെയാ വവൽ സൗണ്ട്സ്, എ ഉണ്ട്, ഇ ഉണ്ട്, ഐ ഉണ്ട്, ഓ ഉണ്ട്, യു ഉണ്ട്. എ ഇ ഐ ഒ യു, എ ഇ ഐ ഒ യു, എ ഇ ഐ ഒ യു. സോ ഈ സൗണ്ട്സ് വരുമ്പോ നമ്മൾ എന്ത് ഉപയോഗിക്കണം, വോവൽസ് ഉപയോഗിക്കണം. An apple, an umbrella. An elephant. നമ്മൾ എന്ത് ചെയ്യണം, ആൻ ഉപയോഗിക്കണം. ഓക്കെ, അടുത്തതൊക്കെ കൺസണൻസ്. നമുക്ക് എന്ത് പറയാം, a boy. ഇവിടെ നമ്മൾ എയും ആനും നമ്മൾ എന്താ പറയാ, ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒന്ന് എന്നുള്ള ഉദ്ദേശത്തിൽ ഏതെങ്കിലും ഒന്ന്. ഇവിടെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല, ഏതെങ്കിലും ഒരു ആൺകുട്ടിയും, ഏതെങ്കിലും ഒരു പെൺകുട്ടിയും, ഏതെങ്കിലും ഒരു പുസ്തകം, ഏതെങ്കിലും ഒരു കുടം. ഓക്കെ, അങ്ങനെയുള്ള ഒരു അർത്ഥമാണ് എന്ത് വരാ, എക്കും ആനും വരാം. പക്ഷെ ദ എന്ന് പറയുമ്പോൾ എന്തായി, നമ്മൾ പ്രോപ്പർ ദ പോപ്പി അംബ്രല്ല, ദിസ് സെന്റ് ജോസഫ് സ്കൂൾ,
the best actress, the best actor, the best music director. നമ്മൾ എന്തായി സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയാം. ഇവിടെ നോക്കിയേ, എ ഗേൾ, എ ബോയ്, എ ബുക്ക്. മനസ്സിലായോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എഡിറ്റിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ ഈ പറഞ്ഞ ആർട്ടിക്കിൾസ്, നമ്മൾ ഈ പറഞ്ഞ റിലേറ്റീവ് പ്രൊനൗൺ, നമ്മൾ ഈ പറഞ്ഞ ക്യാപിറ്റൽ ലെറ്റർ, പങ്ക്ച്വേഷന്, നമ്മൾ ഓക്സിലറി വേർബ്സ്, ഈ കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സൂക്ഷിക്കണം. മനസ്സിലായോ? സെറ്റ് അല്ലേ? അപ്പൊ എഡിറ്റിംഗ് നമുക്കറിയാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിർബന്ധമായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാകും. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, എഡിറ്റിംഗിൽ ചോദ്യം നിങ്ങൾ കണ്ട ഒരു 2 or 3 times നിങ്ങൾ എന്ത് ചെയ്യുക, യു പ്ലീസ് റീഡ് ദ ക്വസ്റ്റ്യൻ. നിങ്ങൾ ആ ചോദ്യം ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, 2-3 പ്രാവശ്യം എന്ത് ചെയ്യുക, ചോദ്യം ശരിക്കും നിങ്ങൾ വായിക്കാം. ചോദ്യം ശരിക്കും വായിച്ചതിന് എന്ത് ചെയ്യും, നമുക്കൊരു ഐഡിയ കിട്ടും. എഡിറ്റിംഗിൽ നിങ്ങൾക്ക് ആ അണ്ടർലൈൻ തന്ന വാക്കുകളുടെ താഴെ നിങ്ങൾ നോക്കുക, ശരിക്കും ആ വാക്കിന്റെ താഴെയും ആ വാക്കിന്റെ 2 സൈഡിലും, ലെഫ്റ്റ് സൈഡ്, അതിന്റെ റൈറ്റ് സൈഡ്, അതിന്റെ സ്പെല്ലിങ് കറക്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും സ്പെല്ലിംഗ് കറക്ഷൻ ആണോ, ക്യാപിറ്റൽ ലെറ്റർ ഇഷ്യൂ ഉണ്ടോ, ഓക്സിലറി വെർബ് കറക്റ്റ് ആണോ തന്നത്. ഇതൊക്കെ എന്ത് ചെയ്യും, യു പീപ്പിൾ കെൻ അണ്ടർസ്റ്റാൻഡ്. സോ ഐ വൈൻഡ് അപ്പ് ഹിയർ ആൻഡ് ഐ feel, അല്ലെങ്കിൽ I think, എന്താണ്, I am sure that this video, it will be very helpful for you people. So all the very best for your exam. തകർത്ത് അടിച്ചു പൊളിച്ചിട്ട് എക്സാം എഴുതാം. എഡിറ്റിംഗ്, റിപ്പോർട്ട്, സ്പീച്ച്, ഗ്രാമർ എല്ലാ പാട്ടും സെറ്റ് ആക്കി ചെയ്യാം. So let me conclude here. Soon I will be back with a new video. Till that, you take care. Bye.